ഹായ് ഹലോ. അപ്പോ ഇപ്പൊ സമയം എത്രയാണെന്നറിയാമോ? 4:45 സമയം. പണ്ടൊന്നും ഞാൻ ഈ ഒരു നേരം സമയം കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. 4:45 എന്ന് പറയുമ്പോൾ രാവിലത്തെ 4:45 നിങ്ങൾ ആ വെളിച്ചം കണ്ടിട്ട് വൈകുന്നേരമാന്ന് വിചാരിക്കരുത്. അപ്പോ പണ്ടൊന്നും ഈ ഒരു സമയം കണ്ടിട്ടേ ഇല്ല. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്താന്ന് വെച്ചാല് ഹസ്ബൻഡ് പി.ടിക്ക് പോകും. 5 മണിയാകുമ്പോഴത്തേക്ക് പോകും. അപ്പോ ഞാൻ ആ സമയത്ത് എഴുന്നേൽക്കും. ചിലപ്പോ പിന്നെയും പോയി കിടക്കും. മോന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് പോയി കിടക്കുന്നത്. ആഹ് അവന് ക്ലാസ് ഉണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്ക് അവന് പോണം. അപ്പൊ പിന്നെ കിടക്കാൻ പറ്റൂലല്ലോ. അപ്പൊ 5 മണിക്ക് പോയി കഴിഞ്ഞാല് 6:45 ആകുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് തിരിച്ചു വരും. അങ്ങനെയാണ് ഇപ്പോഴത്തത്. അവനിപ്പോ സമ്മർ വെക്കേഷനാണ്. ഇവിടെ നല്ല ചൂടായത് കാരണം 1 മന്ത് അവർക്ക് വെക്കേഷനാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് മുന്നില് വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ മരത്തിന്റെ ചെറിയൊരു ഇതുണ്ട്, കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതിന് കോക്കയൊക്കെ എടുത്ത് വന്നതായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇതിനെ കൊണ്ട് വെട്ടും ഞാൻ എന്നൊക്കെ ഇങ്ങനെ തമാശക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല, കാരണം ഞാൻ ഇനി എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെറിയൊരു കഷ്ണമായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ വണ്ടി നല്ലോണം വെക്കാം. ഇപ്പൊ പുറത്താണ് വെച്ചത്. ഇവിടെ ഷെഡ് ഉണ്ടെങ്കിലും ഷെഡിൽ വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് കളിക്കാനൊക്കെ ബുദ്ധിമുട്ടായത് കാരണം പുറത്ത് വെച്ചേക്കായിരുന്നേ. അപ്പോൾ ഇവിടെ നല്ല കാറ്റും മഴയൊക്കെയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് എടുത്തു വെക്കാലോ എന്നും പറഞ്ഞിട്ട് അവിടെ ആ മരത്തിന്റെ കഷ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ലോണം വെക്കാം, മുറ്റത്ത് വെക്കാം. പിന്നെ മഴയാകുമ്പോൾ ഇങ്ങനെ ഷെഡ് കയറ്റി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു. ആ സമയം കൊണ്ട് ഞാൻ ചായ വെച്ചു. ചായ വെച്ച് എല്ലാം ഒരുമിച്ചാണ് ഞാൻ വെക്കുക. അതായത് നമ്മൾ ഈ ചായ പൊടിയല്ലാത്തത് കാരണം ആദ്യം തന്നെ നല്ലോണം വേവണമല്ലോ. അപ്പോൾ പാലും ചായയും ചായപ്പൊടിയും പഞ്ചസാരയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വെക്കുക. ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മാവുണ്ടായിരുന്നു, ഇന്നലത്തെ ബാക്കി മാവുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഊത്തപ്പം പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചു. അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു. കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചാൽ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ആക്കി. ഇവിടെ ഇപ്പോന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഇങ്ങനെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി നല്ല കാറ്റും മഴയായിരുന്നു. ഇവിടുത്തെ കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇപ്പം ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് കുറവുണ്ടെങ്കിലും നല്ല മഴയായിരുന്നല്ലോ. ഇവിടെ അത്രത്തോളം മഴയില്ല. അത്രത്തോളം മഴ പെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ വെള്ളപ്പൊക്കമായിട്ടുണ്ടാവും. കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. ഒരു ചതുപ്പ് പോലത്തെ സ്ഥലമൊക്കെയാണ്. വെള്ളക്കെട്ടുകളൊക്കെ കൂടുതലുള്ള സ്ഥലമായത് കാരണം അത്തരത്തില് നമ്മളെ നാട്ടില് പെയ്യുന്ന ഇപ്പൊ ഈ കഴിഞ്ഞ പോലത്തെ മഴയൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തം മുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാണ്ട് തന്നെ ഒരു നല്ല മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പക്ഷെ അതല്ല, മഴയല്ല നമുക്ക് പ്രശ്നം. ഭയങ്കര കാറ്റായിരിക്കും. പെട്ടെന്നാണ് കാലാവസ്ഥ ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചായയൊക്കെ മുന്നിൽ കൊണ്ടുവന്നു. ഇത് സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. രാവിലത്തെ സ്ഥിരം പരിപാടിയാണ്. ഈ സമയമാകുമ്പോഴത്തേക്ക് മക്കൾ എന്തായാലും എണീക്കില്ല. മോന് സ്കൂളിലെ സമയത്താണെങ്കിൽ അവൻ എണീറ്റിട്ടുണ്ടാവുമായിരുന്നു. അവൻ എണീറ്റല്ല, അവൻ ഈ സമയമാകുമ്പോഴത്തേക്ക് പോയിട്ടുണ്ടാവും. സോറി, 6 മണിക്ക് അവന് ബസ് വരും. അപ്പൊ ഞങ്ങള് പിന്നെ ഈ ഒരു സമയത്ത് കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയും. ചെറിയ മോൻ എണീറ്റിട്ടുണ്ടാവില്ല. അവന് സ്കൂളുള്ള സമയത്താണെങ്കിൽ അവനും എണീറ്റിട്ടുണ്ടാകും. കാരണം ആരെങ്കിലും, അത് ചില കുട്ടികളുടെ ഒരു ഇതാണ്. എന്തെന്ന് വെച്ചാല് അരികത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുറേ നേരം ഉറങ്ങും. അത് തൊട്ട് കിടക്കണമെന്നൊന്നുമില്ല. ബെഡിൽ ഒരാളുണ്ടെങ്കിൽ കുറേ നേരം ഉറങ്ങും. പക്ഷേ ബെഡിൽ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഉറക്കം ഞെട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ മക്കളതും അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ മോൻ്റെതൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അടുത്ത ആളുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും അവർ ഉറങ്ങിക്കോളും. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ കുടിച്ചു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഹസ്ബൻഡിന്. അപ്പോൾ ആ സമയം ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ദോശയൊക്കെ ആക്കാം. ദോശയ്ക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് ചട്നി ആക്കാം. ഇന്നലെ ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നമ്മളെ മല്ലിയിലയും ഒക്കെ ഇട്ടിട്ടായിരുന്നു ചട്നി ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മുളക് പൊടി ഇട്ടിട്ടുള്ള ചുവന്ന ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ചേഞ്ച് വേണ്ടേ, എന്നും ഒരേ ചട്നിയും ഒക്കെ ആക്കിയാൽ. എന്നും ഒന്നും ചട്നി ആക്കില്ല, കാരണം ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് തേങ്ങ വാങ്ങൽ കുറവാണ്. ഞങ്ങൾ നോർത്തിൽ നമ്മള് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ അവിടുത്തെ എന്താ പറയാ നടുക്കഷ്ണം നോക്കി തിന്നണമെന്നല്ല. നമ്മള് നോർത്തിലാവുമ്പോൾ ഇവിടുത്തെ രീതിക്കാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും. കാരണം ചോറ് അങ്ങനെ എല്ലാവർക്കും അത്രക്ക് ഇഷ്ടമല്ല. പക്ഷെ ചോറുണ്ടാക്കും, മക്കൾക്ക് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറുണ്ടാക്കും. പക്ഷെ റൊട്ടി തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത് കൂടുതലും.
അപ്പോൾ തേങ്ങേൻ്റെ ആവശ്യം ഉണ്ടാവില്ല. വല്ലപ്പോഴും നമ്മൾ നാടൻ രീതിയിലുള്ള കറിയൊക്കെ വെക്കണമെങ്കിൽ മാത്രമേ തേങ്ങ വാങ്ങിക്കുള്ളൂ. ഇവിടെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഞാൻ ഇന്നലെ തേങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ചട്നിയാക്കി. ഇന്നും ചട്നിയാക്കി. ഇന്നലത്തെ വേറേത് ഇന്ന് വേറെ രീതിക്ക് ചട്നിയാക്കി. അപ്പോൾ അത് വറവൊക്കെ ഇട്ടു. ചെറിയൊരു കറിവേപ്പിലേൻ്റെ ഉണ്ട് ഞങ്ങളെ മുന്നിൽ. ഞങ്ങൾ മുന്നേ ഉള്ള സമയത്ത് ജബൽപൂരുള്ള സമയത്ത് അവിടെ വലിയ മരം തന്നെ ഉണ്ടായിരുന്നു കറിവേപ്പിലക്ക് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. ഇവിടെ ആണെങ്കിലും കറിവേപ്പില കിട്ടാനും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് ചായയൊക്കെ കൊടുത്തു. ഞങ്ങളിങ്ങനെ നിലത്തിരുന്നിട്ടാണേ കഴിക്കുക. വേറൊന്നും കൊണ്ടല്ല. ഇവിടെ ടേബിളും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ പുറത്താണ് നിൽക്കുന്നത്. നമുക്ക് മിലിറ്ററി ക്വാർട്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളൊന്നും വേറെ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ആവുമ്പോൾ പിന്നെ വെറുതെ എന്തായാലും ഞങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ ഇവിടുന്ന് ക്വാർട്ടേഴ്സിലേക്ക് മാറും. അപ്പോൾ വെറുതെ പൈസയും കൊടുത്ത് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ആള് പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്ത് നിൽക്കും. ഞങ്ങൾ ഇവിടുന്ന് നേരം പോയി റോഡിലേക്ക് കയറുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കും. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാലേ ഞാൻ അകത്ത് കയറുള്ളൂ. അപ്പോൾ ഞാൻ പുറത്ത് നിന്ന സമയത്ത് നമ്മുടെ ഇവിടെ മുന്നിലുള്ള ഒരാളുണ്ട്. ആള് മോനെ കൊണ്ടൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഉറങ്ങാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഞാനിവിടെ ഇങ്ങനെ വന്നിരുന്നു. കുറച്ച് നേരം ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മൂത്ത മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അവൻ്റെ ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ചെറിയ ആളും എണീറ്റു. ആളിങ്ങനെ വന്നിരുന്നു. താനെ അവനെ എണീപ്പിച്ച അവനെന്നല്ല എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങനെയാണല്ലോ. നമ്മൾ എണീപ്പിച്ചാലാണല്ലോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പം താനെ എണീറ്റ് വന്നാൽ വലിയ മൂഡ് ഓഫ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അവനും എണീറ്റു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ചെറിയ മോന് ആനിമൽസിനെയൊക്കെ കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് കഴിച്ചോളും. അപ്പോൾ അവന് മൂത്ത മോൻ്റെ ബുക്കൊക്കെ കാണിച്ച് അതൊക്കെ ആനിമൽസിനൊക്കെ കാണിച്ച് നാസ്തിയൊക്കെ കൊടുത്തു. എന്നതിന് ശേഷം തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് കഴുകി വെച്ചിട്ട് പോയതാണ്. ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഇവിടെ ഇന്നലെ മഴ പെയ്തു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് വെയിലൊക്കെ കുറവാണ്. ഇനിയിപ്പോൾ വെയിൽ വരുമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ രാവിലത്തെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതേപോലെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത